Okay, good morning. In our last class, we discussed about partnership firm. Today, we can discuss about new form of business. Before that, I show a video. You just watch the video and come back. There's nothing better than seeing customer after customer drive across the scale each harvest. It represents more than a bountiful crop or a successful growing season. It's the culmination of another year's partnership with our great producers. And that customer relationship, that makes what I do worth it. And I'm very thankful for that. Merry Christmas. Okay, which form of business organization shown from the video? Yes. What is cooperative society? Then what do you mean by cooperative society? Yes, the form of organization which is formed voluntarily or jointly by the number of persons by the motive of welfare of members. അവരുടെ മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് കുറേ കുറേ പേഴ്സൺസുകൾ ജോയിൻ ചെയ്തിട്ട് വോളണ്ടറി ഫോം ചെയ്യുന്ന ഒരു ഫോം ഓഫ് ബിസിനസ്സിനെ ആയിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനായിട്ട് ടീച്ചർ PPT കാണിച്ചു തരാം. എല്ലാവരും PPTയിലേക്ക് പോകൂ. Okay, so we can discuss about cooperative society. Cooperative society is a voluntary association of persons who join together with the motive of welfare of its members. So, other form of business is mainly aimed for attaining the profit, but cooperative society is service motive business. Cooperation implies the joint effort. അതായത് കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജോയിൻ്റ് എഫേർട്ടാണ്. ജോയിൻ്റ് എഫേർട്ട് ഈസ് അറ്റൈൻ ടു ഗ്രേറ്റ് സക്സസ് ഓഫ് ദി ഇൻഡിവിജ്വൽ എഫേർട്ട്. ദ ബേസിസ് ഓഫ് കോപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് ത്രൂ ദ മ്യൂച്വൽ ഹെൽപ്പ്. ദ മോട്ടോ ഈസ്, അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മോട്ടോ എന്ന് പറയുന്നത് ഇച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഇച്ച്. ഇച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഇച്ച് എന്നുള്ള ഒരു മോട്ടോട് ബേസ് ചെയ്തിട്ടായിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അതൊരു സർവീസ് മോട്ടീവായിട്ടുള്ള ഒരു വോളണ്ടറി ഓർഗനൈസേഷനായിട്ടാണ്, അല്ലെങ്കിൽ വോളണ്ടറി അസോസിയേഷൻ ആയിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, do you understand what is cooperative society? Yes, very good. Now we can conduct a group discussion. Okay, are you ready? Okay. I show different picture of cooperative society and you must just identify those cooperative society or type of cooperative society. Okay. Okay. Can you identify this picture? Yes, this is a picture of consumer cooperative societies. Very good. Then what do you mean by consumer cooperative society? Yes, society formed to protect the interest of the consumer is known as consumer cooperative society. How the consumer interests are protected? By eliminating the middleman and by providing quality product at reasonable rate. അതായത് മിഡിൽമാനെ ഒഴിവാക്കിയിട്ട് ക്വാളിറ്റി പ്രൊഡക്ട്സ് റീസണബിൾ റേറ്റിൽ കൺസ്യൂമേഴ്സിന് എത്തിക്കുമ്പോഴാണ് അവിടെ എന്താണ് കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്. സോ അത്തരത്തിലുള്ള ഒരു സൊസൈറ്റി ഫോം ചെയ്യുകയാണ്. കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സൊസൈറ്റി ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഓർഗനൈസേഷനെ ആയിരിക്കും കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്.
ഇത്തരത്തിൽ ഒരു ക്വാളിറ്റി പ്രൊഡക്ട്സ് റീസണബിൾ റേറ്റിൽ കൺസ്യൂമറിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ സൊസൈറ്റി ഫോം ചെയ്യുമ്പോൾ ഇതിലെ മെമ്പേഴ്സ് എന്ത് ചെയ്യും, ഹോൾസെയിൽ റേറ്റിൽ എന്ത് ചെയ്യും, ഹോൾസെയിലറിൽ നിന്ന് ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് കൺസ്യൂമേഴ്സിനെ മിഡിൽ മാനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ആ ഗുഡ്സുകൾ കൺസ്യൂമറിൽ എത്തിക്കും. ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയണത്. അപ്പോൾ ഇങ്ങനെ അവർ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്തുമ്പോൾ അവർക്ക് എന്തുണ്ടായിരിക്കും, പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പർച്ചേസിനെ മേഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടോ എന്ത് ചെയ്യും, അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യണത്, മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എന്താണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? നാഷണൽ ഫിഷറീസ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ദെൻ വാട്ട് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ദിസ് ഈസ്? ദിസ് ഈസ് എ പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, വെരി ഗുഡ്. പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, then what do you mean by producer cooperative society? Society which is formed for protecting the interest of the producer is known as producer cooperative society. This society which is mainly focused on small producers for enhancing their bargaining power. How this producer cooperative society work? അതെങ്ങനെയാണ് വർക്ക് ചെയ്യണത്? അതായത് ഈ സ്മോൾ പ്രൊഡ്യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്സുകൾ, റോ മെറ്റീരിയൽസും എക്യുപ്മെൻസുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ പ്രൊഡക്ട്സുകൾ, അവരുണ്ടാക്കിയിട്ടുള്ള ഗുഡ്സുകൾ സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്തരം പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇൻട്രസ്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാർക്കറ്റിന് ഈ ഒരു പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റി വഴി അവർക്കൊരു മാർക്കറ്റിനെ അവർ ഉണ്ടാക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ലാഭമല്ലേ, അതെങ്ങനെയാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? അതെങ്ങനെയാണോ ആ ഗുഡ്സുകൾ പൂൾ ചെയ്തത്, ഗുഡ്സ് എങ്ങനെയാണോ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് പൂൾ ചെയ്തത്, അല്ലെങ്കിൽ ആ ഗുഡ്സുകൾ എങ്ങനെയാണോ സോൾഡ് ചെയ്തത് എന്നതിനെ ബേസ് ചെയ്തിട്ട് ആ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയിൽ തന്നെ ആ ഒരു പ്രോഫിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് മനസ്സിലായില്ലേ? മെയിനായിട്ട് ഇത് ഫോക്കസ് ചെയ്താൽ മതി, പ്രൊഡ്യൂസറുടെ ഇൻട്രസ്റ്റിനെയാണ് അവിടെ ഫോക്കസ് ചെയ്യണത്, സ്മോൾ പ്രൊഡ്യൂസറിനെയാണ് അവർ മെയിൻലി ഫോക്കസ് ചെയ്യണത്. രണ്ടാമത്തെ പോയിൻറ്റ്, സ്മോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ എന്താണ് അവരുടെ ബാർഗെയിനിങ് പവറിനെയാണ് അവിടെ എൻഹാൻസ് ചെയ്യണത്. മൂന്നാമത്തെ പോയിൻറ്റ്. നാലാമത് എന്താ പറയണത്, അവർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസും എക്യുപ്മെൻസുകളും പിന്നെ അതർ ഇൻപുട്സുകളൊക്കെ ആ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുകയും എന്നിട്ട് അവരുടെ പ്രൊഡക്ട്സുകളെ ആവശ്യമായിട്ടുള്ള സെയിൽസിന് ആവശ്യമായിട്ടുള്ള മാർക്കറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി ഉണ്ടാവുന്ന ലാഭത്തിന് ആ പ്രൊഡ്യൂസർ എങ്ങനെയാണോ ഗുഡ്സുകൾ എങ്ങനെയാണോ പ്രൊക്യൂർ ചെയ്തത് അല്ലെങ്കിൽ ഗുഡ്സുകൾ എങ്ങനെയാണോ സോൾഡ് ചെയ്തത് എന്നതിനെ ബേസ് ചെയ്തിട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയിൽ തന്നെ അല്ലെങ്കിൽ ആ മെമ്പേഴ്സിൻ്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്യാണ്, വിൽക്കുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? ഏതാണ്? മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സോ എന്താണ് ഈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്? എന്താണ് ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യണത് മാർക്കറ്റിങ്ങിനായിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ഫംഗ്ഷനായിരിക്കും ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യണത്. ഇത് പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഉണ്ടാവുന്നത്, പക്ഷേ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഇവിടെ ഒരു ഫോം ചെയ്യണത്. പക്ഷേ എന്താണ് ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യണത് പ്രൊഡക്ഷനെ അല്ല, അവിടെ മാർക്കറ്റിംഗ് ആയിരിക്കും. ഈ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ട്സുകളെ, പ്രൊഡ്യൂസേഴ്സിന് ഉണ്ടാക്കിയിട്ടുള്ള ഔട്ട്പുട്ട്സുകളെ അവർ എന്ത് ചെയ്യും, ഈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി പൂൾ ചെയ്യുന്നു. ഓക്കെ, അവർ ഔട്ട്പുട്ടിനെ അത് പൂൾ ചെയ്യുന്നു. പിന്നെ ഇനി മാർക്കറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, കുറേ എയ്ഡ്സ് ടു ട്രേഡുകൾ വേണ്ടേ? ഏതൊക്കെയാണ്? വെയർ ഹൗസിങ് വേണം, ട്രാൻസ്പോർട്ടേഷൻ വേണം, പാക്കേജ് വേണം, അത്തരത്തിലുള്ള കുറേ എയ്ഡ്സ് ടു ട്രേഡ്സുകൾ അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ഫങ്ഷൻസുകൾ ആവശ്യമാണ്. അപ്പോൾ ആ മാർക്കറ്റിംഗ് ഫങ്ഷനൊക്കെ ഈ പ്രൊഡ്യൂസേഴ്സിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ആദ്യം അവർ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുന്നു, പൂൾ ചെയ്യുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, മാർക്കറ്റിംഗ് ഫംഗ്ഷനെ പെർഫോം ചെയ്യുന്നു. ഏതൊക്കെയാണ് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ്, പാക്കേജ് പോലെയുള്ള മാർക്കറ്റിംഗ് ഫംഗ്ഷൻസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുന്നു. എത്തിക്കഴിഞ്ഞാൽ എന്താണ്, ആ പ്രൊഡക്റ്റിനെ റീസണബിൾ റേറ്റിൽ
അവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ, റീസണബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ ഒരു പോസിബിൾ പ്രൈസിൽ അവർക്ക് എന്ത് ചെയ്യുന്നു, അവർ ആ ഒരു പ്രൊഡക്റ്റിനെ ആ മാർക്കറ്റിൽ വിൽക്കുന്നു. ഇങ്ങനെ ഈ ഒരു മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ലാഭത്തെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്? മെമ്പേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു മെമ്പേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഇതിൻ്റെ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് മാർക്കറ്റ്? ഓക്കെ, ക്യാൻ യു ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫ്രം ദിസ് പിക്ചർ? Very good. This is a farmer cooperative society. Then what do you mean by farmers cooperative society? Yes, farmer cooperative society is a society which is formed for protecting the interest of the small farmers by providing input at reasonable cost. അതായത് ഒരു ഫാമേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്സുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സീഡ്സ് ആവട്ടെ, ഫെർട്ടിലൈസർ ആവട്ടെ, പെസ്റ്റിസൈഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മോഡേൺ മെഷീനറി ഒക്കെ ആയിക്കോട്ടെ, എന്തോ ആവട്ടെ, ആ ഒരു ഫാമർക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്സുകളെ അറ്റ് റീസണബിൾ റേറ്റ്സിന് എന്ത് ചെയ്യാണ്, ആ ഫാമേഴ്സിന് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇത്തരത്തിൽ ഫാമേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സൊസൈറ്റിനെയായിരിക്കും ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, okay, can you identify this cooperative society from this logo? Yes, very good. This is a logo of Credit Cooperative Society. Then what do you mean by Credit Cooperative Society? Yes, society which provide loan and credit facility to the member of the society is known as Credit Cooperative Society. അതായത് അവരുടെ മെമ്പേഴ്സിന് എന്ത് ചെയ്യണം, റീസണബിൾ റേറ്റിലുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിനെയായിരിക്കും ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. സാധാരണ ഇപ്പോൾ നമ്മൾ നാട്ടിൻ പ്രദേശങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മണി ലെൻഡേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻഡിജിനസ് ബാങ്കുകളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, സാധാരണ നമ്മൾ നാട്ടിൻ പ്രദേശങ്ങളിൽ എങ്ങനെയാണ്, കുറേ മണി ലെൻഡേഴ്സ്, ഇൻഡിജിയസ് ബാങ്കുകളൊക്കെ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ എന്താണ്, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മളിൽ നിന്ന് ചാർജ് ചെയ്യുക. പക്ഷേ ഈ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രകാരം നമുക്ക് എന്താണ്, റീസണബിൾ റേറ്റിൽ ക്രെഡിറ്റ്സുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിനെയായിരിക്കും ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, okay, can you identify this logo? It's very good. This logo is Cooperative Housing Society. For what purpose Cooperative Housing Society is formed? Yes, which is formed for constructing the house. There is a high cost for constructing a house. അല്ലേ, ഒരു വീട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചിലവേറിയ ഒരു കാര്യമല്ലേ? അതെ, അത്തരത്തിലുള്ള ഹൈ കോസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റി, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാർമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി. കൺസ്യൂമർ നമുക്ക് ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാർക്കറ്റിംഗ് എന്താണ്, പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫാമേഴ്സ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഫാമേഴ്സ്, ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റി അറ്റ് ഈസിലി ഓർ അവൈലബിലിറ്റി ഓഫ് ദ ക്രെഡിറ്റ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. Cooperative Housing Society for dealing high construction cost of the ഹൗസിൻ്റെ ഹൈ കൺസ്ട്രക്ഷൻ കോസ്റ്റിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഏതൊക്കെയെന്ന് മനസ്സിലായില്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, Do you understand the today topic?
ഓക്കെ, ഏതൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടൈപ്സ് എന്ന് പറയുന്നത്? കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റി, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, farmers cooperative society, cooperative housing society, credit cooperative society. Okay, this is the today topic. Now I give a homework for tomorrow. You just identify different type of cooperative society in your area and written on your notebook. Okay, we can see in next class. Okay, thank you.